ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ വെറുതെ തോന്നിയതാണ് ഇടുക്കി വരെ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഇടുക്കി വരെ പോകാൻ പോവാണ്. ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇടുക്കിക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫുഡ് ഇന്ന് കിട്ടിയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു, വീട്ടിലുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഫസീനോയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടുക്കിക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ വഴിയിലാണ് നിലവിലുള്ളത്. അങ്ങനെ ഒരാളിങ്ങനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇപ്പോൾ കൂടുതൽ വീഡിയോകളൊക്കെ പുറകെ വരുന്നുണ്ടാവും. കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ യാത്ര ആരംഭിക്കുന്നതിൻ്റെ കയ്യിൽ 350 രൂപയുള്ളൂ. യാത്ര ആരംഭിക്കുന്നത് നമുക്ക് എന്താവുന്നത്. ഈ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്ര ആരംഭിക്കുന്നത് ബാക്കി പോകുന്ന വഴിക്ക് അറിയാൻ പറ്റും. നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ യാത്ര ആരംഭിക്കുക എൻ്റെ കയ്യിൽ 300 രൂപ കൊണ്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ എന്നുള്ളതാണ്. 300 രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് യാത്ര ആരംഭിച്ചു. പകുതി എത്തി. കുറച്ചൊന്നും കാണിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ എത്തിയേക്കുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ഇടയ്ക്ക് എത്താറായിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിലെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ വഴിക്ക് ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ മഴക്കാർ കാണാനുണ്ട്. നമ്മളിങ്ങനെ വണ്ടി ഒതുക്കിയില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒതുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയപ്പോൾ മഴ പെയ്ത് നമുക്ക് കോട്ടിടാം. ഫുഡൊക്കെ ഉണ്ടാവും. നമ്മൾ ഫുഡ് കയ്യിലുണ്ട്. കോട്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. മഴ പോയി. അങ്ങനെ പിന്നെ യാത്ര തുടരുകയാണ്. ചെറിയ മഴയുള്ള കാരണം കൊണ്ട് കോട്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തി. കോട്ടിടാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. ആക്ച്വലി വണ്ടി നിർത്തി കോട്ടിടണ നേരത്തായിരുന്നു മഴ പോയത്. ചെറിയ പൊടിമഴയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല മഴക്കാറുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് ഇടാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. പക്ഷെ നമുക്ക് മഴ കിട്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അടിപൊളി റോഡാണ് നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ അടിപൊളി റോഡ് എന്ന് വെച്ചാൽ ഞാൻ എറണാകുളം സിറ്റിയിൽ നിന്നാണ് എറണാകുളത്തു നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. എറണാകുളത്ത് നിന്ന് ഇടുക്കിക്കാണ് ഈ യാത്ര ആരംഭിച്ചത്. എറണാകുളം സിറ്റി പകുതി ഒരു പെരുമ്പാവൂർ സൈഡ് കഴിയുന്നവരേക്കും നമുക്ക് ഭയങ്കര മോശമായൊരു റോഡും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇടുക്കി മൂവാറ്റുപുഴ റോഡ് കയറിയപ്പോഴാണ് നമുക്ക് അത്യാവശ്യം അടിപൊളി റോഡ് കിട്ടിയത്. വണ്ടിക്ക് നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, പോകുന്ന വഴിക്ക് ഒരുപാട് നമ്മൾ കണ്ടായിരുന്നു. ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടായിരുന്നു. ഇതുപോലെ നെറ്റടിച്ചിട്ട് റംബൂട്ടാൻ്റെ മരം നെറ്റടിച്ച് വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ വന്ന് പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെറ്റടിച്ച് വെച്ചിരിക്കുന്നത്. റംബൂട്ടാൻ്റെ മരമാണ്. അപ്പോൾ മഴക്കാലം ആയത് കാരണം കൊണ്ട് റംബൂട്ടാൻ്റെ സീസൺ ആയത് കാരണം കൊണ്ട് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ റംബൂട്ടാൻ്റെ കുറേ മരങ്ങൾ കാണാനായിട്ടൊക്കെ സാധിക്കും നമുക്ക്. ഇപ്പോൾ കണ്ടത് നമ്മൾ ഇതിൽ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കിയതാണ്. ഒരുപാട് വീടുകളിൽ കാണാനുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതേപോലെ ഒരുപാട് നെറ്റടിച്ച് വെച്ച് കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടുക്കി എത്തിയിട്ടില്ല. ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താറാവുന്നേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിഷ്വൽസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. മഴക്കാറ് നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്തിട്ട് റോഡ് നനഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് മഴ കിട്ടിയിട്ടില്ല. മഴ കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാനുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് നമുക്ക് മഴ കിട്ടിയിട്ടില്ല. ഇത് നാഷണൽ ഹൈവേ ആണ്, പക്ഷെ നമുക്ക് കണ്ടാലത് നാഷണൽ ഹൈവേ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ചെറിയ റോഡും കാര്യങ്ങളുമാണ്, ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടാണ് പൈനാപ്പിളെല്ലാം കൃഷി വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡഡ് ആക്കിയതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, റബ്ബറും. വഴി തെറ്റിയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചു ആദ്യം വഴി തെറ്റിയതാണെന്ന്. പക്ഷെ വഴി തെറ്റിയല്ല, ഇതന്നെ ഹൈവേ SH ഹൈവേ എന്നായിരുന്നു ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് മലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാനുണ്ട്. നല്ല രസമുള്ള അടിപൊളി റോഡാണ്. ഞങ്ങൾ മൂവാറ്റുപുഴ തൊടുപുഴ വഴിയാണ് പോയത്. ശരിക്കും ഇതല്ല വഴി, പക്ഷെ നമ്മൾ മാപ്പിൽ കാണിക്കുന്നത് നോക്കിയിട്ടാണ് പോയത്. ഒരാഴ്ച ഞങ്ങൾ പകുതി എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ മഴ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടറാനുള്ള തയ്യാറെടുപ്പാണ്. തൊടുപുഴ വരെ മഴ ഉണ്ടായിരുന്നില്ല. തൊടുപുഴ കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കര കൂടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ചൂരുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പകുതി എത്തിയപ്പോൾ നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വീടും ചെറിയ മലയും ഒരു വഴിയും ഒരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ നമുക്ക് കിട്ടിയതാണ്. നമ്മൾ ചെറിയ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വണ്ടി നിർത്തിയത്. നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇടുക്കിക്ക് പോണ വഴിയിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. കോട കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയാണ്. ഒരു വണ്ടി പോലും ഇല്ല ഈ സ്ഥലത്ത്, ഒരു വണ്ടി പോലും ഇല്ല, ഒരു വണ്ടി പോലും കാണാനില്ല. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു അരുവി, ചെറിയൊരു അരുവി കണ്ടപ്പോൾ നമ്മൾ നിർത്തിയാണ്. നല്ല ഭംഗിയുള്ളൊരു അരുവിയാണ്. പക്ഷേ കുത്തൊഴുക്ക് കാരണം കൊണ്ട് വെള്ളം കലങ്ങി കിടക്കുകയാണ്. പക്ഷേ എങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു ശാന്തമായിട്ടുള്ളൊരു അരുവി കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയാണ്. വളരെ ഭംഗിയുള്ളൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ചെറിയൊരു വനത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഒറ്റ മനുഷ്യന്മാരില്ല, ഒരു വീടും കാര്യങ്ങളൊന്നുമില്ല, ഒരു മലയും കാടുകളും മാത്രമാണ്. പോകുന്ന വഴിക്ക് വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് കുറേ മലയും പശുവും ഒരു ഗ്രാമീണമായിട്ടുള്ള കുറേ കാഴ്ചകൾ. നമ്മൾ ഈ ആലുവ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് വരുന്ന കാരണം നമുക്കിത് ഭയങ്കര നല്ലൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് പൊതുവെ ഫീൽ ചെയ്യുന്നത്. ഒരു കാടും കാര്യങ്ങളും, കുറേ പേര് അവിടെ പല ഭാഗങ്ങളിലായിട്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതാണ് അവിടെ നമ്മൾ വൺ ഡേ ട്രിപ്പാണ്, നമ്മളതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ വഴി തെറ്റിയിട്ട് നിൽക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നല്ല മഴയായത് കാരണം കൊണ്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ പോക്കറ്റിലിട്ട് വെച്ചേക്കായിരുന്നു, ഫോൺ പോക്കറ്റിലിട്ട് വെച്ചേക്കായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ട് ഈ കാണുന്ന വ്യൂ ഒക്കെയാണ്. അപ്പോൾ പിന്നീടാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്, നമ്മൾ വഴി തെറ്റിയതാണ്. ഞങ്ങൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വഴി തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ വഴി തെറ്റിയോണ്ട് കിട്ടിയ ഗുണമാണ് ഈ കാണുന്നത്. നമ്മൾ ആക്ച്വലി നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റി. വഴി തെറ്റിയത് കാരണം കൊണ്ട് മാത്രമാണ് ഇത് കാണാൻ പറ്റി, ഇല്ലെങ്കിൽ നമ്മളിത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. ഈ മലയുടെ ഇടയിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് മിസ് ചെയ്യാൻ പറ്റാതെ വഴി തെറ്റിയതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരമായി. നമ്മൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കോടയും കാര്യങ്ങളും നമ്മൾ കാര്യമാക്കുന്നില്ല. ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ റെയിൻ കോട്ട് ഇട്ടത് കാരണം അധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നല്ല രീതിയിൽ കോട ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ എത്തിയതിന് ശേഷം ഒരു അടിപൊളി സ്ഥലത്ത് വന്ന് നമ്മൾ കയറിയൊക്കെയാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം. എവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല, അത് നമ്മൾ നോട്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. ഇത് നമ്മൾ എൻ്റെ കൂടെ വന്ന ആളുടെ ഫോണിലെടുത്താണ്. പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു. നല്ല കോടയും മലയും ഒറ്റ വ്യൂ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആയിരുന്നു.
എനിക്ക് വളരെ ഇഷ്ടം, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആയിരുന്നു. നിങ്ങളും ഈ തൊടുപുഴ ഭാഗത്തു കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യൂ എന്തായാലും ഒന്ന് കാണേണ്ട തന്നെയാണ്. ആക്ച്വലി ഇത് അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാർ ഒരു സൈഡിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ കയറി പോകുന്നത്. അപ്പോൾ നമ്മളും പുറകെ നമ്മളൊന്ന് കയറി നോക്കിയാണ്. നമ്മൾ ആദ്യം നിന്ന അതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് ഈ ഭാഗത്തേക്ക് കയറുമ്പോൾ. നമ്മൾ ചെറിയ രീതിയിലുള്ള മരത്തിൻ്റെ ശിലകളുള്ള വഴിയിലെ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുകൂടാണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ വഴിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്നെത്തുന്ന ഒരു അടിപൊളി വ്യൂവിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ല, അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. ഇവിടെ ചെന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ ഒരു നോർമൽ ആംഗിളിൽ എവിടെ വെച്ചാലും അടിപൊളി ഫോട്ടോസാണ് നമുക്ക് കിട്ടുക. നമ്മളിപ്പോൾ അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതായിരിക്കും. എവിടെ വെച്ചാലും അടിപൊളി ആംഗിളിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ പതിയെ ഇങ്ങനെ കയറിപ്പോകാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ തന്നെ അടിപൊളി ഫീലായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇനി ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സ്പോട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അടിപൊളി സ്പോട്ടാണ്. ഇടുക്കിക്ക് എന്തായാലും പോവുകയാണെങ്കിൽ എല്ലാവരും ഈ സ്പോട്ടിൽ എന്തായാലും കയറിയിട്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ പകുതി വരെ പോയുള്ളൂ. നടന്ന് ഉള്ളിലേക്ക് ഒരുപാട് പോകണം. കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 10 മണി 12 മണി ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അധികം സമയമില്ലാത്തതാണ് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. ഒരു 1/2-3 മണിക്കൂർ മാത്രമേ നമ്മളവിടെ ചിലവഴിച്ചുള്ളൂ. ഇപ്പോൾ നമ്മൾ സമയം പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം 1 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ലെങ്കിലും ആ ഒരു സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി സ്പോട്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ആ സ്പോട്ട് വിസിറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലൊക്കേഷനും കാര്യങ്ങളും ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണ്ട. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. കോടയും കാര്യങ്ങളും ഇങ്ങനെ പോവുക, ചെറിയ മരങ്ങളും കാര്യങ്ങളും അത് നിൽക്കുന്ന തന്നെ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി എത്തിയിട്ടില്ല ആക്ച്വലി, നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കിക്ക് പോകുന്ന വഴിയാണ്. വണ്ടിയും കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഇടുക്കി എത്താനായിട്ടൊരു 12 കിലോമീറ്റർ ഉള്ളപ്പോൾ ഒരു അടിപൊളി വ്യൂ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടൊരു ചെറിയൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഇടുക്കി എത്താൻ 6 കിലോമീറ്റർ ഉള്ളപ്പോൾ നമ്മൾ ചെറിയൊരു അരുവിയും കാര്യങ്ങളും കണ്ടു. അപ്പോൾ അവിടെ 2-3 പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല അരുവി, ഇതൊരു ബിൽഡ് ചെയ്ത അരുവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു KSEBിയുടെ ഒരു ബോർഡും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവർ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടുത്തെ പടികളും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത പോലെ അവരെന്തോ വാട്ടർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ്, അതിൻ്റെ അപ്പുറത്തുള്ളൊരു വ്യൂ ആണ് നമ്മളീ കാണിക്കുന്നത്. ഒരു മലയും കോടയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ പൊക്കത്ത് ആ ഭാഗത്താണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇടുക്കിയും കാര്യങ്ങളാണ് ആ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അറിയില്ല. അപ്പോൾ കുറേ വണ്ടികളും 6 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ ഇനി ഇടുക്കിക്ക്. നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇടുക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കട്ടപ്പന 40 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ പുഴ കാണാനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അത് കാണാൻ വേണ്ടി നിർത്തിയാണ്. അങ്ങനെ ആക്ച്വലി നമ്മൾ ഇടുക്കി ഡാമിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇടുക്കി ഡാം കാണാൻ വന്നിട്ട് നമുക്ക് ഇടുക്കി ഡാം കാണാൻ സാധിച്ചില്ല. കാരണം അത് പൂട്ടിയിട്ടേക്കാണ്. ഓണത്തോടനുബന്ധിച്ചിട്ട് തുറക്കുള്ളൂ എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹിൽ ടോപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അവിടുത്തെ ഹിൽ ടോപ്പിൽ കയറാൻ 25 രൂപയാണ് എൻട്രി ഫീസ്. അപ്പോൾ നമ്മൾ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് കുറവായത് കാരണം കൊണ്ട് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. വെച്ചാൽ ഇടുക്കി ഡാമിലെ വീഡിയോ ഇടുന്നത് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ ചാർജ് വളരെ കുറവായിരുന്നു. അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിൽ ടോപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 360 ഡിഗ്രി ഉള്ള എല്ലാ വ്യൂസും നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അത് ചെറുതോണി ഡാമാണ് നമുക്ക് കാണുന്നത്. ഇത് ഇടുക്കി ഡാമുമാണ്. ആദ്യം കണ്ട ചെറുതോണി, ഇത് ഇടുക്കി ഡാമാണ്. അപ്പോൾ നമുക്ക് കാണുന്നത്, അപ്പോൾ 360 ഡിഗ്രി നമുക്ക് ഒരു ഫുൾ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കുന്നൊരു ചെറിയ വിഷ്വലാണിത്.
ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാത്തതാണ് നമുക്ക് കൂടുതലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ നമ്മൾ വേറെയും കാണുന്നുണ്ട്. ഈ ഡാമും കാര്യങ്ങളൊന്നും ഈ വഴിയല്ല നമ്മൾ വന്നത്. ആക്ച്വലി വേറൊരു വഴി കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേറെ ഡാമും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ ഈ വഴിക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. ബൈ.